എം കിസാൻ സമ്മാൻ നിധിയുടെ ഏറ്റവും പുതിയ വിവരങ്ങളും അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. എം കിസാൻ സംബന്ധിച്ച അറിയിപ്പുകൾക്കും അതുപോലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നാളെ ഫെബ്രുവരി 25 മുതൽ വിതരണം ആരംഭിക്കുകയാണ്. ഈ മാസം 2000 രൂപ വീതമാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുക. ഏകദേശം 62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കായി 1050 കോടി രൂപയാണ് സർക്കാർ ഇതിനോടകം അനുവദിച്ചിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ ലഭിക്കുന്നവർക്ക് നാളെ മുതൽ തുക അക്കൗണ്ടുകളിൽ എത്തിത്തുടങ്ങും. കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്നവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും. മസ്റ്ററിംഗ് നടപടികൾ കൃത്യമായി പൂർത്തിയാക്കിയ എല്ലാവർക്കും ഈ ആനുകൂല്യം ലഭ്യമാകുമെന്ന് കേരള ധനകാര്യ വകുപ്പ് വ്യക്തമാക്കുന്നു. അടുത്ത അറിയിപ്പ് എം കിസാൻ സമ്മാൻ നിധിയുടെ വിതരണവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എം കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡു വിതരണത്തിൻ്റെ ഏറ്റവും പുതിയ ലിസ്റ്റ് വന്നിട്ടുണ്ട്. പഴയ ലിസ്റ്റിൽ പേരുള്ള എല്ലാവർക്കും പുതിയ ലിസ്റ്റിൽ പേര് ഉണ്ടാകണമെന്നില്ല. KYC ചെയ്യാത്തവരെയോ അയോഗ്യരെയോ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ പേര് പുതിയ ലിസ്റ്റിൽ കാണുന്നില്ല എങ്കിൽ ഉടൻ തന്നെ നോ യുവർ സ്റ്റാറ്റസ് ലിങ്ക് വഴി നിങ്ങളുടെ അപേക്ഷയുടെ നില പരിശോധിക്കുക. KYC, ആധാർ സീഡിംഗ്, ലാൻഡ് സീഡിംഗ് എന്നിവ യെസ് ആണെന്ന് ഉറപ്പുവരുത്തണം. ലിസ്റ്റിൽ പേര് വന്നാൽ മാത്രം പോരാ, നിങ്ങളുടെ പേയ്മെൻറ്റ് സ്റ്റാറ്റസിൽ FTO ഈസ് ജനറേറ്റഡ് എന്ന് കാണിക്കുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കുക. ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ pmkisan.gov.in എന്ന ഔദ്യോഗിക പോർട്ടലിൽ പ്രവേശിക്കുക. ബെനിഫിഷ്യറി ലിസ്റ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ സ്റ്റേറ്റ്, അതുപോലെ ജില്ല, സബ് ജില്ല, ബ്ലോക്ക്, വില്ലേജ് എന്നിവ സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് ഗെറ്റ് റിപ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വില്ലേജിലുള്ള എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്ന് നിങ്ങളുടെ പേര് കണ്ടെത്താനും സാധിക്കും. ഇപ്പോൾ എം കിസാൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്നത് 22ാമത്തെ ഗഡു വിതരണ തീയതിയാണ്. അടുത്ത മാസം ആദ്യം, അതായത് മാർച്ച് 6-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഭാഗമായാണ് അദ്ദേഹം സന്ദർശനം നടത്തുക എങ്കിലും കഴിഞ്ഞ ഗഡു തമിഴ്നാട്ടിൽ വെച്ചാണ് അദ്ദേഹം വിതരണം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത്തവണ കേരളത്തിലെ കർഷകർക്ക് ഒരു സന്തോഷ വാർത്ത ഈ വേദിയിൽ നിന്നും പ്രതീക്ഷിക്കാം. എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ല. 22ാമത്തെ ഗഡു വിതരണം മാർച്ച് ആദ്യവാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന. ഫെബ്രുവരി മാസം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇതുവരെ വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് വന്നിട്ടില്ല.